യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥനയോടെ ഇരിക്കൂ. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. ഓൺലൈനിലൂടെ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് കൂത്താട്ടുകുളത്തെ നമ്മുടെ പ്രിയപ്പെട്ട കർത്താവിൻ്റെ മക്കൾ, നിങ്ങൾക്കെല്ലാം യേശുപ്പയുടെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. വിശുദ്ധ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായത്തിലെ ഒരു വചനം മാത്രം പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 5-6 വചനങ്ങൾ. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ഒരാമേൻ പറയണം. ദോഷമൊന്നും പറ്റിയില്ല. ആമേൻ, ആമേൻ. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. അടുത്ത വാക്ക്, അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തു നിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവനെന്ന് പറഞ്ഞു. ഈ വചനത്തിന് നല്ലൊരു കയ്യടി കൊടുക്കണം കർത്താവ്. ദൈവ പൈതലേ, നിൻ്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ നേരിടുന്ന ചില പ്രശ്നങ്ങൾ, അതിൻ്റെ പര്യവസാനം ആയിരങ്ങൾക്ക് പ്രചോദനമാകും വണ്ണം ഒരു വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടും. Amen. Whatever the problems we are going through, it will be converted, transformed into a big work of God that it will be useful for the thousands of people. മാൾട്ട എന്ന സ്ഥലത്ത് അപ്പോസ്തലനായ പൗലോസ് ആദ്യമായി കാലുകുത്തുമ്പോൾ ആ സ്ഥലത്ത് വെച്ച് പൗലോസിൻ്റെ കയ്യിൽ ഒരു അണലി കടിച്ചു. ആ അണലിയെ പൗലോസ് തീയിൽ കുടഞ്ഞു കളഞ്ഞു എന്നാണ് ബൈബിൾ പറയുന്നത്. ആ അണലി കടിക്കുമ്പോൾ അവർ വിചാരിച്ച 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ മനുഷ്യൻ പെട്ടെന്ന് ചത്തു വീഴും. പക്ഷേ ചത്തില്ല. പലരും വിചാരിക്കും പലതും, അതൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല. Amen, amen. Many people will think something against you. It is not going to happen. നിന്നെക്കുറിച്ചുള്ള ചിലരുടെ ചിന്തകളൊക്കെ വെറും അവരുടെ മനസ്സിലെ ചിന്തകൾ മാത്രമേ ആകത്തുള്ളൂ. അത് പദ്ധതിയാകാൻ ദൈവം സമ്മതിക്കുകയല്ല. Amen. Something will be planned against you. It will not be accomplished. തീയിൽ കുടഞ്ഞു കളഞ്ഞു. Shooked into the fire. പൗലോസ് തീ കത്തിച്ചത് 2 കാര്യത്തിനാണ്. Amen. The Paul has kindled the fire for 2 purposes. ദൈവത്തിന് പൗലോസിന്റെ തണുപ്പ് മാറ്റുക മാത്രമല്ലായിരുന്നു ലക്ഷ്യം. Amen. The God's purpose for kindling the fire is not to give the warmth for him. ഒരു നാടിന്റെ അന്ധവിശ്വാസത്തെ കർത്താവിനെ ദഹിപ്പിക്കണമായിരുന്നു. Amen. All the unwanted belief to be put into the fire. That's what the God's intention was. കേട്ടില്ലല്ലേ? ഒരു നാടിന്റെ അന്ധവിശ്വാസം കൂടി ഇല്ലാതാക്കുക ദൈവത്തിന്റെ പ്ലാനാ. Amen. The blind faith to be removed. That's what the plan is. ആയിരിക്കുന്ന ദേശത്ത് നിന്ന് നട്ടിരിക്കുന്നതിന്റെ പുറകിൽ ചിലത് തകരും. Amen. ചിലത് അവസാനിക്കും. Amen. നിന്നിലൂടെ ദൈവം ചിലതിന് ക്ലൈമാക്സ് ഇടും. Amen. നീ ദൈവത്തിന്റെ ഫുൾ സ്റ്റോപ്പ് പോയിന്റ് ആയിട്ടാണ് ചില ശത്രുബാധിത മേഖലകളിലേക്ക് ചെന്നിട്ടുള്ളത്. ഇനി അത് തുടരത്തില്ല. ആമേൻ, ആമേൻ, ആമേൻ. Yes, where you are planted, it is not the end. You are there as a full stop to be begin something new. ഇന്ന് 3 ചോദ്യങ്ങളുണ്ട് ഇവിടെ. ഒന്നാമത്തെ ചോദ്യം, നിനക്കൊരു ആശ്ചര്യചിഹ്നമാകണോ? Amen. The first question, whether you want to be a question of astonished. രണ്ടാമത്തെ ചോദ്യം, നിനക്കൊരു കോമ ആകണോ? Whether you want to be a comma or not. മൂന്നാമത്തെ ചോദ്യം, നിനക്കൊരു ഫുൾ സ്റ്റോപ്പ് ആകണോ? Whether we want to be a full stop or not. ഇതിൽ ഏതാകണം? Which one you are going to select? ഇതിൽ ഏതാകണം? Amen. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഷ്ടൻ വിഹരിച്ച് കിടക്കുന്നിടത്ത് നിന്നെ കൊണ്ട് വെക്കുന്നത് ആ നാട്ടുകാർക്ക് ഒരു ആശ്ചര്യചിഹ്നമായും പിശാചിനൊരു ഫുൾ സ്റ്റോപ്പ് ആയിട്ടുമാണ്. When the Holy Spirit is putting you and planting you where the satanic power is there, to the native people you are going to become a full stop for something and to be a question mark. Amen. Amen. പണ്ട് ഞാൻ ദുഃഖിച്ചിരിക്കുന്ന ചില ചോദ്യങ്ങളുടെ മുൻപിൽ ഒരു ദൈവദാസനെ അടുക്കലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനൊരു ദർശനം കാണുന്നു ദൈവദാസനെ. അപ്പം ഞാൻ ചോദിച്ചു, എന്താ, എന്നെക്കുറിച്ചാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഞാനത് പറയുന്നതിൽ അങ്ങേക്ക് വിരോധമുണ്ടോ? ഞാൻ വലിയൊരു പ്രവാചകനൊന്നുമല്ല, പക്ഷേ ഞാനൊരു കാഴ്ച കാണുന്നു, പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു, ഇദ്ദേഹം പറയൂ, കേൾക്കാൻ വേണ്ടിയില്ലേ നമ്മൾ ഇരിക്കുന്നേ. ആകപ്പാട് ഒരു ദൈവശബ്ദം എവിടെ നിന്ന് കിട്ടുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ വ്യക്തി പറഞ്ഞു, ഞാനൊരു കൊല്ലൻ്റെ ആല കാണുന്നു. ആ കൊല്ലൻ്റെ ആലയ്ക്കകത്ത് ചൂള കത്തി നിൽക്കുന്നു. ആ ചൂളയ്ക്കകത്തോട്ട് ഇരുമ്പിൽ പണിതൊരു ചോദ്യചിഹ്നം പോലെയുള്ള
ഒരു 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 ഉപകരണം, ചോദ്യചിഹ്നം, ഒരു കമ്പി ഇങ്ങനെ ചോദ്യചിഹ്നം പോലെ വളച്ചു വെച്ചേക്കുന്നത് എടുത്തങ്ങോട്ട് വെക്കുന്നു. കൊല്ലൻ അതിങ്ങനെ ചൂട് കൂട്ടിക്കൂട്ടി വരുന്നു, കമ്പി നിവരുന്നു. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ചോദ്യചിഹ്നം മാറി നിവർന്ന കമ്പി ചോദ്യചിഹ്നത്തിന് പകരം ഒരു ആശ്ചര്യ ചിഹ്നമാകുന്നത് ഞാൻ കാണുന്നു. Amen. Hallelujah. Once a servant of God spoke to me when I was sorrowed. He was saying to him that he was seeing in the vision that there is a burnance, and a question mark type of thing is putting into that, and it is turning into the mark of exclamation. It's an astonishment mark. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, ഇപ്പൊ ചോദിച്ചെന്നവാ. Amen. Tell your neighbors that now you are a question mark. പരിശുദ്ധാത്മാവ് അടിച്ചു നൂർത്തോണ്ടിരിക്കുകയാണ്. Amen. The Holy Spirit is making you straight by hitting on you. ഈ തീക്കകത്ത് നീ ഒരു ആശ്ചര്യ ചിഹ്നമാകും. In this fire you will become the mark of exclamation. കൂത്താട്ടുകുളംകാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു ആശ്ചര്യ ചിഹ്നമാകാൻ പോകുകയാണ്. To the people of Kuthatkulam, we are proclaiming that you are going to be the mark of exclamation. ചോദ്യങ്ങൾ മാത്രം അവശേഷിച്ചെടുത്ത് ദൈവത്തിന് ഉത്തരങ്ങൾ ആവശ്യമുണ്ട്. ആ ഉത്തരങ്ങൾ നൽകുവാൻ ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. Amen. Where the questions are remaining, the God has appointed you as an answer for you. ആ കാലഘട്ടം വരെ മാൾട്ട എന്ന ദ്വീപിലെ ഫുൾ സ്റ്റോപ്പ് നീതി ദേവിയായിരുന്ന ഈ അണലിയായിരുന്നു. Amen. The full stop of Malta till that age, the Paul put the legs on that. The goddesses, the faith of the justice of goddesses. Amen. Yes. Goddesses of justice. പുള്ളി പിടിച്ചാ പിന്നെ അവിടെ പിന്നെ ബാക്കിയില്ല. അതുവരെ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ടിരുന്നത് മാൾട്ടയിലെ അണലിയാ. Till that time the serpent was putting the full stop on Malta. പക്ഷേ പൗലോസ് അവിടെ കാലുകുത്തിയതോടുകൂടെ അതങ്ങോട്ട് മാറി. അണലിയെ കോമ പോലെ എടുത്ത് തീയിലിട്ടിട്ട് പൗലോസ് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ദൈവം നിന്നെ ഒരു ആശ്ചര്യമാക്കാൻ പോകുകയാണ്. But when the Paul has stepped into Malta, the question mark, the serpent has shook into the fire and made it the mark of exclamation. Praise the Lord. Amen. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. He shook that disgusting thing to the fire. അടുത്ത വാക്ക്, ദോഷമൊന്നും പറ്റിയില്ല. No harm found. ഈ ദിവസങ്ങളിൽ നീ ഏർപ്പെട്ടിരിക്കുന്ന ആത്മീക പോരാട്ടങ്ങളുടെ ഭാവി ഞാൻ പറയുന്നു. അതിന്റെ പ്രവചന ദൂതി ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ദോഷമൊന്നും തട്ടാതെ നീ വെളിയിൽ വരും. ഓ റബ ഹസ്മനാധിയാംധന. തീക്കകത്തേക്ക് എബ്രായ ബാലന്മാരെ എറിഞ്ഞു. ദോഷമൊന്നും തട്ടാതെ പുറത്തേക്ക് വന്നു. സിംഹക്കുഴിയിലേക്ക് ദാനിയേലിനെ ഇട്ടു. ദോഷമൊന്നും തട്ടാതെ പുറത്തേക്ക് വന്നു. തിളച്ച എണ്ണയിലേക്ക് യോഹന്നാനെ എറിഞ്ഞു. ദോഷമൊന്നും തട്ടാതെ പുറത്തു വന്നു. സർപ്പങ്ങളുടെ നടുവിലേക്ക് വലിച്ചെറിഞ്ഞു. ദോഷമൊന്നും തട്ടാതെ പുറത്തു വന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദോഷമൊന്നും പറ്റിയില്ല എന്നത് ദൈവം ഈ ദിവസങ്ങളിൽ തുടരാൻ പോകുകയാണ്. 2025 ഫെബ്രുവരി മാസം 2-ാം തീയതി ചില കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, ദോഷമൊന്നും ഇനി നിനക്ക് വരികയില്ല. ദോഷം വരികയില്ല. ദോഷം തട്ടാതെ ഈ പ്രശ്നത്തിന്റെ അകത്തു നിന്ന് ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോകുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? ദോഷമേശാതെ പുറത്തു വരാൻ ദൈവം എന്നെ കണ്ടിരിക്കുകയാണ്. ദോഷമേശത്തില്ല. There will not be no harm hitting on you if you are in a spiritual warfare nowadays. The God is planning no harm for you and bringing you out with no harms, with great purposes of God in you. Hallelujah. ഒത്തിരി ദോഷങ്ങളുണ്ട്. Amen. There are so many harms. ഒത്തിരി ദോഷങ്ങളുണ്ട്. So many harms. ഇവിടെ ഒരാൾ അനുഭവിച്ചതിനെ ചോദിച്ചാൽ ഇന്നും ഇവിടെ എഴുതാനും മാത്രം കിട്ടും. അതിന് മാത്രം അനുഭവിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന പലരും. പക്ഷെ ഇന്നത്തെ ദൂത് ഒന്നും പറ്റിയില്ല. But today's message is nothing harm to you. പറ്റിയില്ല എന്നാണെങ്കിൽ 121 സങ്കീർത്തനത്തിന്റെ കസേര കയറി ഞാൻ പറഞ്ഞു ഇനിയും പറ്റത്തുമില്ല. Amen. And as per 121 Psalms, I'm saying that nothing will harm you anymore. Amen. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. Amen. In the day no sun will harm you. In the night no moons will harm you. The God shall protect you with no harms. ഒരു ആമേൻ പറയണം. Amen. ഇന്നത്തെ നിന്റെ പ്രശ്നം ഒരു ആൾട്ടോ കാർ പോലെയാന്ന് വിചാരിക്കുക. ഒരു ആൾട്ടോ കാറാണ് നിന്റെ പ്രശ്നം. Today's your problem is like an alto car. കുഞ്ഞു മാരുതിയുടെ ഒരു കുഞ്ഞു കാറ്. Amen.
പക്ഷെ ദൈവം നിന്നെ ഒരു JCB ആയിട്ട് റോഡ് നിർത്തിയേക്കും. Oh, the God is making you, planting you as like a JCB on road. ആമേൻ. Amen. കൂട്ടിയിടിച്ചാൽ, Ah, കൂട്ടിയിടി നടന്നാൽ ah. പിന്നെ ആര് ബാക്കി കാണും? Amen. If it's hitting together, who will remain? The earth mover. അടുത്തിരിക്കുന്ന നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒന്നും തീരുന്നേനെ വല്ലെന്ന് പറ. അങ്ങനെ ഇങ്ങനെയൊന്നും തീരത്തില്ല. Amen. വാവ്. Amen. You are not a kind to end soon. അങ്ങനെ തീരുകയില്ല. ഇല്ല. Amen. ജീസസ്. ഒരാമേൻ പറഞ്ഞേ. Amen. അങ്ങനെ ഇങ്ങനെ ഒന്നും അവസാനിക്കുകയില്ല. Amen. നിങ്ങളൊരു വല്ലാത്ത ഐറ്റമാ. Amen. പ്രൈസ് ദി ലോർഡ്. വല്ലാത്ത ഐറ്റമാ. Amen. എൻ്റെ അപ്പം കഴിഞ്ഞ കുറേ ആഴ്ചകൾക്ക് മുമ്പ് പെട്ടെന്ന് മരിച്ചു പോകുമെന്ന് ഞാൻ ഓർത്തു. സ്തോത്രം. Amen. I thought my father would pass away. ഈ സഭയിലെ പിള്ളേർ 1-2 പേര് സ്വപ്നം കണ്ടിട്ടുണ്ട്, പാസ്റ്ററെ പപ്പ മരിച്ചു പോകും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു പപ്പ മരിച്ചു പോകുന്നേ പോട്ടെ, അപ്പോൾ മരിച്ചു പോകുന്നിട്ട് പോകണ്ടെന്ന് പറയാൻ പറ്റുമോ? പപ്പായോട് ഞാൻ പറഞ്ഞു പപ്പ മരണത്തിന് ഒരുങ്ങിക്കോ, എപ്പോഴായാലും മരിച്ചു പോകും, കാര്യം ശരിയാ, പക്ഷേ നല്ല കല്യാണത്തിന് പോകാൻ ഒരുങ്ങുകയല്ലേ? മിണ്ടുകയല്ലോ, ഒരുങ്ങുകയല്ലേ? ഒരുങ്ങും. അങ്ങനെ എല്ലാ കാര്യത്തിനും വേണ്ടി നമ്മൾ ഒരുങ്ങും. അങ്ങനെയാണെങ്കിൽ പപ്പ ഈ കാര്യത്തിന് വേണ്ടി പ്രിപ്പയർ. അപ്പോൾ പറഞ്ഞു ഞാൻ ഓക്കെയാന്ന് പറഞ്ഞു. ശരി. പിറ്റേ ദിവസം മമ്മി എന്നോട് പറഞ്ഞു എടാ പപ്പ മരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ. അപ്പം ഞാൻ ചൈന ഓ അതങ്ങനെ പോകുന്ന ഐറ്റം ഒന്നും അല്ലെന്ന് പറഞ്ഞു. അതങ്ങനെ പോകുന്ന ഐറ്റം ഒന്നും അല്ല. ആമേ. എന്നിട്ട് പറഞ്ഞു 99 തൊട്ട് ഞാൻ ഈ കളി കാണുന്നതാണ്. 1999 മുതൽ ഞാൻ ഈ കളി കാണുന്ന, ഇതിപ്പോൾ ഇങ്ങനെ എങ്ങും പോവുകയല്ലെന്ന് പറഞ്ഞു. ആമേൻ. ഇന്നിവിടെ വന്നിരിപ്പുണ്ട്. ഒന്ന് കൈപൊക്കി കാണിച്ചേ. അവിടെ ഇരിപ്പുണ്ട്. ആമേൻ. ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ആമേൻ. ദോഷമൊന്നും പറ്റിയില്ല, അങ്ങോട്ട് പറ്റത്തുമില്ല. ദൈവം ജെറമ്യായോട് ഒരു കാര്യം പറഞ്ഞു, മക്കളെ ഞാൻ നിന്നെ പഞ്ചിങ് കിറ്റായിട്ടല്ല നിർത്തിയേക്കുന്നത്. പഞ്ചിങ് കിറ്റ് എന്നാന്നറിയാവോ? ഡും ഡും ഇട്ടി കൊടുക്കുന്ന സാധനം. ഞാൻ നിന്നെ അങ്ങനല്ല, നിന്നെ ഞാൻ മത്സരമുള്ള മനുഷ്യരുടെ നടുവിലാണ് കൊണ്ട് നിർത്തിയേക്കുന്നേ. മത്സരമുള്ള മനുഷ്യരുടെ നടുക്കാ നീ നിൽക്കുന്നേ. ഭയങ്കര മത്സരമാ. സ്വൈര്യത തിരുകാലത്തെ കുറെ വൃത്തികെട്ട മനുഷ്യരെ നമുക്ക് അറിയത്തില്ലേ, അങ്ങനെയുള്ളതിന്റെ ഇടയ്ക്കാ ഞാൻ നിന്നെ നിർത്തിയേക്കുന്നേ. പക്ഷേ അവർ നിന്നോട് പോരാടും, ജയിക്കുകയില്ല താനും. കാരണം ഞാൻ നിന്നെ അതിന്റെ നടുവിൽ താമ്രം കൊണ്ട് പണിതൊരു തൂണ് പോലെയാ നിർത്തിയേക്കുന്നേ. ഇടിക്കുന്നവന്റെ കൈ ചതയല്ലാതെ നിനക്കൊരു ഇളക്കവും വരത്തിലിടാ പൊന്നെ. ഇന്ന് രാവിലെ മുതൽ ഈ ആരാധനയിൽ പങ്കുചേരുന്നവരോട് ഞാൻ ദൂത് പറയുന്നു, ഏത് ദ്രോഹികളുടെ നടുവിൽ നീ പാർത്താലും, ഏത് പ്രശ്നങ്ങളുടെ നടുവിൽ നീ ആയിരുന്നാലും ദൈവം നിന്നെ ദോഷം തട്ടാതെ നിലനിർത്തും. അത് തമ്പുരാന്റെ നീതിയും വാഗ്ദത്തവുമാണ്. Like the God has spoken to Jeremiah that you are standing in the midst of competitors, but I am making you stand like the pillars of bronze. So if someone is hitting you, it will be destruction and demolished, but you still will remain with no harms. പോരാടുന്ന കുറെ മനുഷ്യരെ നിങ്ങൾ അപ്പുറം കണ്ടിട്ടുണ്ട്. എതിർക്കുന്ന കുറെ വല്ലാത്ത ജാതികളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിന്റെ നടുവിൽ നിങ്ങൾ നിൽക്കുക. പക്ഷെ നിങ്ങൾ കണ്ണാടി നോക്കിയിട്ടുണ്ടോ? Amen. You are standing in the midst of the competitors against you, but haven't you seen yourself in the mirror? നിങ്ങൾ കണ്ണാടി നോക്കിയിട്ടുണ്ടോ? Amen. ഈ ചുറ്റുപാട് നോക്കുന്നതിന് പകരം സ്വന്തം കണ്ണാടിയിൽ നിന്ന് നോക്കിക്കേ. Instead of looking around, you just look yourself into the mirror. അവരെതിർക്കുന്നതിന് മുമ്പേ ദൈവം നിന്നെ താമരമാക്കി മാറ്റി. Amen. Before they are against you, yourself have already made as a bronze. Oh, Jesus. തോപ്പിക്കാൻ പറ്റാത്ത ഏനവാന്നേ. Amen, amen, amen. You cannot be defeated. That kind of creature you are. നശിപ്പിക്കാൻ പറ്റാത്ത ഐറ്റങ്ങളാ നമ്മള്. You are a creature that cannot be destroyed and demolished. മുടിക്കാൻ പറ്റാത്ത ഐറ്റങ്ങളാ. മുടിക്കാൻ പറ്റാത്ത ഐറ്റങ്ങളാ. Amen, amen. You cannot be crushed. ജീസസ്. ഇന്നലെ വൈകുന്നേരം ഇവിടോട്ട് വരുന്ന വഴിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ദോശ കഴിക്കാൻ പോവാം. ദോശ കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ചെന്നപ്പോൾ ആദ്യം ഒരു ദോശക്കട ചെന്നപ്പം അവിടെ ദോശയുണ്ട്, പക്ഷേ ഇവർക്ക് ആവശ്യമുള്ള ചിക്കൻ 65 ഇല്ല. അന്നേരം എന്നോട് പറഞ്ഞു നമുക്ക് ഇവിടുന്ന് പോകാം. അപ്പോൾ എന്ത് ചെയ്തു, ഈ ആശാമാരെയും കൂട്ടി അടുത്ത കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ രാത്രി മണി 9:30 പോകുന്ന വഴിക്ക് ശക്തമായ എന്തോ വിഷയം പറഞ്ഞു വന്നപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ കഠിനമായ നിരാശ വന്നാൽ ഭയങ്കര പാടല്ലേ പാസ്റ്റർ, എങ്ങനെയാണ് ജയിച്ചേ, അങ്ങ് തളർന്നു പോവല്ലേ? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു മക്കളെ, തകരാനാണെങ്കിൽ ഇവിടെ പിന്നെ മിച്ചം കാണുമോ?
മിച്ചം കാണുമോ? ഭിത്തിയിലൊരു ആണി അടിച്ച് തൂക്കാൻ ഫോട്ടോ പോലും ഇല്ലാത്ത നിലയിൽ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ചവരാവും ചുറ്റും. പക്ഷേ ഇന്നും പയറ് പോലെ ഇങ്ങനെ നിൽക്കുക. ഇപ്പം വീഴും, ഇപ്പം തീരും, ഇപ്പം ചാകുമെന്നും പറഞ്ഞ് നമ്മളെ നോക്കിയിരിക്കുന്ന കുറേ ജാതികൾ എല്ലാ കാലത്തും ഉണ്ട്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ആമേൻ. പൗലോസിൻ്റെ കാലം മുതലേ ഉണ്ട്. ആമേൻ. ഇവൻ ഇപ്പം വീഴ്ത്തി ചാകും, ഇപ്പം മലന്ന് വീഴും. നോക്കിക്കേ, അങ്ങനെ എഴുതിയേക്കുന്നത്. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തു നിന്നു. They have been waiting for the Paul to fall down, swelling and bursting himself down. അവർ കാത്തു നിന്നു. They've been waiting for. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്ത് ഒന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. Amen. They have seen Paul that nothing is harming them, and they came to a conclusion. Then they said that he was a god. ഈ ആഭിചാരകന്മാരും ക്ഷുദ്രക്കാരുമായിരിക്കുന്ന ആൾക്കാരുടെ ദ്രോഹത്താൽ വലഞ്ഞ ഒത്തിരി മനുഷ്യരെൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരെ നേരെയാക്കുന്ന ദൗത്യം ഏറ്റെടുക്കുന്നതിന് എന്നെ പരുവപ്പെടുത്തിയെടുക്കുന്ന വഴിയിൽ ഞാൻ അനുഭവിച്ച കഷ്ടതയുടെ വേദനയുടെയും പരിശീലന കാലഘട്ടങ്ങൾ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നതല്ല. കാരണം അതുപോലെ ഇങ്ങനത്തെ മേഖലകൾക്കകത്ത് കിടന്ന് ഇരുന്നു പോയൊരു മനുഷ്യനാണ് ഞാൻ. എന്നെ അത് നശിപ്പിച്ചതാണ്. ആ നാശത്തിൻ്റെ നടുക്കുന്ന തമ്പുരാൻ എന്നെ എടുത്തോണ്ട് ഇങ്ങ് വന്നേ. I've been went through the hardship of molding some people, those who have distracted with the black magic and witchcraft. I've given them the consolation, but I've been gone through the hardship, molding myself to take the victory against that. Praise the Lord. Amen. Yes. Praise the Lord. Yes. കൂത്താട്ടോളംകാർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇവിടെയുള്ളവരും കൂടെ സ്തുതിച്ചോ. Amen. Hallelujah. Thank you Jesus. Thank you Jesus. Amen. Thank you Jesus. Thank you Jesus. അവരുടെ ഒരു സ്തുതി കണ്ടിട്ട് ബാക്കി പറയാം. Hallelujah. 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 ഇവർ ഈ ആഴ്ചത്തെ ആരാധനയല്ലേ കൂടുന്നേ? Hallelujah. 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 Thank you Jesus. 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 Hallelujah. Hallelujah. ഇപ്പോൾ അവിടെ ചെന്നു. കറക്റ്റാ. നമ്മൾ ലൈവ് സ്ട്രീമിങ്ങിൻ്റെ ഇത് വരുന്നതാ, ഡെയിലി വരുന്നതാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്നാ തോന്നിവാസം ഇവർ കാണിച്ചാലും നമ്മളത് കർത്താവ് അത് വെളിപ്പെടുത്തും. അങ്ങനെ ഇരുന്നൊരു ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സ്നേഹിതൻ കർത്താവിദാസൻ രഞ്ജു എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഭാരപ്പെടുന്ന ദോഷം പ്രവർത്തിക്കുന്നവരെ ഓർത്ത് ഭാരപ്പെടണ്ട, ചെയ്തവരുടെ കൈ തളരും. ചെയ്തവരുടെ കൈ തളരും. ചെയ്താലും ഏശത്തില്ലെന്നുള്ളത് അവരേറ്റവും അതിമിടുക്കൻ്റെ അടുക്കൽ പോയിട്ടും മനസ്സിലാക്കും. നിന്നെ ഒരു ദേവനെന്ന് പറയും. Then the servant of God spoken to me that just be calm and they will see the manifestation of the power in you, that they would continuously do against you, and they will found that no harm is hitting you, and they will be fed up and their hands will be fed up. ചേർന്ന് ആമേൻ പറ. Amen. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തുവീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തു നിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സു മാറി അവനൊരു ദേവനെന്ന് പറഞ്ഞു. ഈ ദിവസങ്ങൾ നിന്നെ വല്ലാതെ ദ്രോഹിക്കുന്ന ചിലതിന്റെ മനസ്സിനെ ദൈവം തിരിക്കാൻ പോകുകയാണ്. Nowadays, if someone is against you, their hearts are going to be turned around by the Spirit of God for you. ഇനി അത് ചെയ്യണ്ട എന്നുള്ള നിലയിൽ നിന്നെ നാശത്തിന് വേണ്ടി മിഴി തുറന്നിരുന്ന ചിലതിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്താൻ പോകുകയാണ്. Someone has been waiting for your destruction is going to transform into that there will no harm for you. Praise the Lord. Amen. Praise the Lord. Hallelujah. ഇത്രയും ദിവസം നിന്നെ കള്ളൻ എന്ന് പറഞ്ഞ നാട്ടുകാരെ കൊണ്ട് നിന്നെ ദേവൻ എന്ന് പറയിപ്പിക്കുന്ന ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. Oh
Oh, till the time the natives are saying against you that you are a thief, but there is a work of God will make them to say that now you are a god. നാലാമത്തെ വാക്യം മാൾട്ടാക്കാര് പൗലോസിനെ കുറിച്ച് പറയുന്നത് ഈ മനുഷ്യനൊരു കൊലപാതകൻ എന്നാണ്. The fourth word is saying that the Malta is saying that this person is an executor. പക്ഷെ അഞ്ചാമത്തെ വാക്യം തീരുമ്പോൾ അതേ വാഗോണ്ട് അവർ ഇയാൾ ദേവനാണെന്ന് തിരുത്തി പറയുന്നു. At the end of the fifth word, it's been turning that they're saying that this person is a god. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്ന് നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നു, ഇതുവരെ നിനക്ക് കിട്ടിയ ചില പേരുകളുണ്ടല്ലോ, നിന്നെ കുറിച്ച് ഇകഴ്ത്തി പറഞ്ഞ ചില പേരുകളുണ്ടല്ലോ, ദൈവം അതിനെ പുകഴ്ചയാക്കി തിരിക്കുന്ന കാഴ്ച നീ കാണാൻ പോകുകയാണ്. The Holy Spirit is saying you and proclaiming that till the time someone is saying your name against you is going to give you the blessing, or you will be blessings for them as well. ദൈവം നിന്റെ അവസ്ഥയ്ക്ക് മാത്രമല്ല നിന്റെ പേരിന് മാറ്റം വരുത്തും. Not only your situation, your name too will be changed. ഒരു ദേശത്ത് നിന്ദിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഒരു ദേശത്ത് നിനക്കൊരു നല്ല പേര് നൽകാനുള്ള പദ്ധതി ദൈവം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. You are hitting with a scorn in your native, and you have to think that a work of God is actually on the way for you to be hit on you. ഒരു നാട്ടിൽ നിനക്കെതിരെ ചില എതിരാളികൾ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ദൈവം അനുകൂലമായി ഇറങ്ങി നിന്നിട്ടുണ്ട്. If someone is against you as a competitor in your native, God is actually for you. പിശാച് നോക്കുകയാണ്, നീ മുറുകെ പിടിച്ചിരിക്കുന്ന വിശ്വാസത്തെ തന്റെ ദുഷ്ട പല്ലുകൾ കൊണ്ട് കൊത്തി നശിപ്പിക്കാൻ കഴിയുമോ? പക്ഷെ കഴിയത്തില്ല. അത് മണ്ണോട് മണ്ണ് ചേരും, അത് കത്തിച്ചാമ്പലായി തീരും. അപ്പോഴും പൗലോസ് പറയുന്ന ക്രിസ്തു എന്ന ദൈവമർമ്മം ആ മണ്ണിലൊരു വിജയ പതാക പോലെ പാറി പറക്കും. അത് കർത്താവ് പ്രൂവ് ചെയ്യാൻ പോകുകയാണ്. Satan is saying and watching your destruction, but the Paul say that as the mystery that the manifestation of power will happen in your life. വീർക്കും. Amen. വീർക്കും. Will be swearing. പെട്ടെന്ന് ചത്തു വീഴും. Amen. All of a sudden. രണ്ട് പ്രതീക്ഷകൾ അവർക്കുള്ളത്. ഒന്ന് വീർക്കും. Amen. വീർക്കും. എന്താ അതിന്റെ അർത്ഥം? Amen. ഷേപ്പ്ലെസ് ആകും. Amen. ഷേപ്പ്ലെസ് ആകും. നീര് കൂടും. രണ്ട് ചത്ത് വീഴും. For enemy to hope on you, first thing you will be swelling with shapeless and you will fall down. അതായത് രണ്ട് ഉദ്ദേശങ്ങൾ അതിന്റെ മുമ്പിലുള്ളത്. കൊല്ലുക മാത്രമല്ല, two hidden എങ്ങനെയും കൊല്ലുക എന്നുള്ളതല്ല, വിരൂപമാക്കണം. Making you ugly. ഒന്നാമത്തെ പ്ലാൻ അതാ, വിരൂപമാക്കണം. The first plan is to make you ugly. ഷേപ്പ് മാറ്റണം. Shapeless. കണ്ട മുഖം വികൃതമാക്കണം. Amen. ഇത്രയും കാലവും നീട്ടപ്പെട്ട കൈ വികൃതമാക്കണം. നിൽക്കുന്ന കാലിന് വികൃതമാക്കണം. എന്നിട്ട് മറിഞ്ഞു വീണ് ചാകുന്നത് അവർക്ക് കൈയടിച്ചതെന്ന് കാണണം. The hidden agenda against you, the enemy is thinking that your shape of your legs and your face to be ugly. നിന്റെ ജീവിതത്തെ വൈകൃതമാക്കാൻ ദുഷ്ടൻ കെട്ടി ഉയർത്തിയതൊക്കെയും ഇന്ന് പകൽ തീക്കകത്ത് വീണറിയുന്നത് പരിശുദ്ധാത്മാവ് നിനക്ക് കാണിച്ചു തരാൻ പോകുകയാണ്. നിന്റെ ദേശത്ത് നീ പാർക്കുന്ന ഇടത്ത് നിന്റെ തലമുറയുടെ പേരിൽ പലതും വികൃതമാക്കപ്പെടുന്ന നിലയിൽ കയറി വരുമെന്നുള്ള ദുഷ്ടന്റെ പ്രതീക്ഷകളെ പരിശുദ്ധാത്മാവ് തറവറ്റിക്കാൻ പോകുകയാണ്. ഒരു വിടുതൽ നിനക്ക് വേണ്ടി ഇന്ന് പകൽ ദൈവവൈതലെ ഇറങ്ങുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ കാലുകുത്തി നിൽക്കുന്നിടത്തിനെ വീഴ്ച കളയാൻ എഴുന്നേൽക്കുന്ന പലതിന്റെ മുൻപിൽ നിന്നെ നിൽക്കുമാറാക്കുന്ന ഒരു കൃപ, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുന്ന ഒരു ദൈവകൃപ നിന്റെ മേൽ കർത്താവ് പകരുകയാണ്. The wicked is looking at you to get the destruction, the beautiful native of the wicked when you are falling apart. But the word of God is saying that you will not be fall apart, you will be stand firm, and the power is pouring on you. വീഴുവാൻ തക്കവണ്ണം ആരെല്ലാം ആഞ്ഞു തള്ളിയാലും താങ്ങുന്നൊരു കരം എനിക്കുണ്ട്. താങ്ങുന്നൊരു കരം എനിക്കുണ്ട്. പിടിച്ചു നിർത്തുന്ന ഒരു കൈയുണ്ട്. അമരത്തു നിന്ന് ഉണർന്നെണീറ്റ് ലക്ഷ്യം തെറ്റിപ്പോകുന്ന പടകിനെ നേർസ്ഥാനത്താക്കുന്ന അതിന്റെ ഗതി നിർണയത്തെ നിശ്ചയിക്കുന്ന ഒരു ശബ്ദം എനിക്കുണ്ട്. അതിന്ന് പകലുണരുകയാണ്. If you are falling apart, there is a hand from above coming on you and consoling you and making you stand firm. At the end, I will say that I will not fall down. I will stand up with that hand.
നീ ഒരു കള്ളിയാണെന്ന് ആൾക്കാർ പറയുന്നുണ്ടോ? Amen. Someone is saying that you are a thief. ആ വാ കൊണ്ട് നാളെ നീ ഒരു ദേവിയാണെന്ന് അവർ With പറയും. that same mouth, they will proclaim that you are a goddess. നീ ഒരു കള്ളനും കുലപാതകയുമാണെന്ന് പറയുന്നുണ്ടോ? Oh, you are an executor and you are a thief. They are saying നീ ഒരു ദേവനാണെന്ന് അവരെ കൊണ്ട് they will പറയിപ്പിക്കും. proclaim that you are a goddess. ഒരു നാട്ടിൽ ഒരു ദൈവ പൈതൽ അഡ്രസ് ഉണ്ടാകുമ്പോൾ അവിടെ മഹത്വപ്പെടുന്നത് അവനെ താങ്ങുന്ന തമ്പുരാന്റെ പേരും കൂടെയാണ്. When a child of God would have an address on the native, there the manifestation of the power and name of Lord and Savior is manifesting there. Oh, Jesus. ആമേൻ. Amen. ആമേൻ. Hallelujah. ആമേൻ. Hallelujah. ഒരു ദൂതൂടെ പറയണമെന്ന് കർത്താവ് എനിക്കൊരു പ്രേരണ തരും. Amen. One more message is pending here. അതിന്റെ അടുത്ത വാക്ക് ഇങ്ങനെ, ആ സ്ഥലത്തിന്റെ സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്ത് 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു. Amen. 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 തീർന്നില്ല കേട്ടോ. Amen. ആമേൻ. Amen. അടുത്തത്, പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു. പൗലോസ് അവന്റെ അടുക്കൽ അകത്ത് ചെന്ന് പ്രാർത്ഥിച്ച് അവന്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. Amen. Oh. അടുത്ത വാക്ക്, ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റു ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. Amen. 10ാം വാക്യം, അവരുമേറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. Amen. അടുത്ത വാക്ക്, ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു. Amen. Hallelujah. പൗലോസ് എങ്ങനെയാണ് ദ്വീപിൽ ചെന്നതെന്ന് അറിയാവോ? With a shipwreck. കപ്പൽ ഛേദത്തിൽ. കുറച്ച് പേരുടെ ജീവിതം ഇപ്പോൾ ഇവിടെ വരച്ച് കാണിക്കാൻ പോവാ പരിശുദ്ധാത്മാവ്. ഇറങ്ങി പുറപ്പെട്ടപ്പോൾ കപ്പലേലായിരുന്നു. Amen. കപ്പൽ തകർന്നു. Amen. When you have started the journey, you were in the ship. കപ്പൽ തകർന്നു. Shipwrecked. കൊടുങ്കാറ്റുണ്ടായി. Amen. ഈശാനമൂലം എന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. Amen. 2 കടലുകൾ തമ്മിൽ ചേരുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ കപ്പൽ തകർന്ന് തരിപ്പണമായി പോയി. Amen. 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 ഒരു കപ്പലിന് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു കടലിൽ ഒരു അഭിഷക്തനെ ദൈവം രക്ഷിക്കുക. Amen. The anointed is being saved in the midst of the sea, where the shipwreck and sinking into the deep waters. ഒരു കപ്പലിനെ അടിയോളം മുക്കിക്കളയുന്ന ഒരു കടലിൽ പൗലോസ് എന്നൊരു കൊച്ചു മനുഷ്യന്റെ ശരീരത്തെ കരവരെ എത്തിക്കാൻ മുങ്ങാത്തൊരു പലക ദൈവം അവിടെ എടുത്തിട്ടു. Amen. An unsinking tablet the God has kept there, the wooden tablet where the Paul has sailed on. കപ്പല് മുങ്ങിയ കടലിൽ ഒരു ചെറിയ മരപ്പലക മുങ്ങത്തില്ലെന്ന് ആര് കണ്ടു? Amen. Who would see that where the ship sink, that wooden tablet would not be sinking? Who seen that? ആ മരപ്പലകയിൽ അങ്ങോട്ട് കിടന്നു. Amen. The Paul is laying on that wooden piece. പിന്നെ ആ കടലിലുണ്ടായ തിരമാല പൗലോസിനെ കരയിലെത്തിക്കാനാ. Oh, then that waves in that sea has put himself into the near to the shore. തിരകളോട് Amen. ദൈവം ഒരു കൽപ്പനയിട്ടു. Amen. ഈ വെള്ളത്തിനകത്ത് ഈ പലകയിൽ പൊങ്ങിക്കിടക്കുന്നവനെ Amen. ആ കരയ്ക്ക് മാൾട്ട എന്ന ദ്വീപിലോട്ട് എടുത്ത് തട്ടിയേക്കാൻ പറഞ്ഞു. കടലിന്റെ അടിത്തട്ടിൽ കിടന്ന മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന യോനായെ നിനവ എന്ന കരയിലേക്ക് കൊണ്ടുപോയി ഇട്ടേക്കാൻ കടലിൽ ദൈവം കൽപ്പന കൊടുത്തതിന് ശേഷം രണ്ടാമതൊരു കൽപ്പന ദൈവം കടലിന് കൊടുക്കുന്നത് ഇതാണ്: ഈ പലകെ കിടക്കുന്നവനെ തിരമാലകളെ എടുത്തു കൊണ്ടുപോയി ആ മാൾട്ടായിലേക്ക് ഇട്ടേര്, ബാക്കി കാര്യം അവരിലൂടെ ഞാൻ അവിടെ ചെയ്യും. The God who firstly instructed Noah to take him to the seashore, the second instruction of God has been sent to the pole, to the wave, that this man has to be, amen, coming definitely to the seashore. നിന്റെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളുടെ കപ്പൽ പോലൊരു ജീവിതം ഉണ്ടായിരുന്നു. Amen. You were having a blessed, amen, situation in your life like a ship. പക്ഷേ ചില കൊടുങ്കാറ്റുകൾ അത് നശിച്ചു പോയി. Amen. Some of the wind in that it got distracted. ഇട്ടിരിക്കുന്ന വസ്ത്രവും ശരീരവും പ്രാണനുമല്ലാതെ ബാക്കി ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നീ നനഞ്ഞു നിന്നു. Except the worn cloth, amen, you are in such a situation that you had nothing. ചില വല്ലാത്ത ശൂന്യതകൾ വരുന്നത് നിന്നെ തകർക്കാനല്ല,
ദൈവം ഒരുക്കിയ ചില സമ്മാനങ്ങൾ നിന്റെ കൈകളിലേക്ക് വരാൻ വേണ്ടിയാണ്. Oh, the kind of emptiness is hallelujah approaching you is not to destroy you. There is a hidden blessing all on your way. ഇത് നാശത്തിനല്ല എന്ന് ദൈവാത്മാവ് നിന്നോട് The പറയുന്നു. Holy Spirit is saying that that emptiness is not for the destruction. നിനക്ക് വന്നിരിക്കുന്ന തകർച്ച നിന്റെ അവസാനത്തിനല്ല എന്ന് ദൈവാത്മാവ് പറയുന്നു. Oh, the destruction is not the hindrances are not for your end of your life. ഞാൻ പുതിയത് ചിലത് നിനക്കായി ഒരുക്കിയിട്ടുണ്ട്. Oh, a new beginning has been kept for you. നിന്റെ കണ്ണുനീര് മാറ്റുന്ന വേറെ ശ്രേഷ്ഠമായ ചിലതിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകുകയാണ്. Oh, something great that remove your tears from your eyes. I will be brought to you. ദൈവം നിന്റെ അവസ്ഥയ്ക്ക് ഒരു വലിയ വ്യത്യാസം ഈ ദിവസങ്ങളിൽ Oh, വരുത്താൻ the പോകുന്നു. transformation of your situation is going to manifest in you. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. Keenly observe. നനഞ്ഞ ശരീരവുമായി, I mean, with wet body, കീറിയ വസ്ത്രവുമായി, with torn dress, വിറയ്ക്കുന്ന ശരീരവുമായി, with shivering body, വെറും കൈയോടെ കയറി ചെന്നു. with emptiness, he is entering into the island. സോട്ടും കൂട്ടും ഇട്ടോണ്ടല്ല എന്നത്, Not with suit. Amen. കിരീടവും വെച്ചോണ്ടല്ല എന്നത്, Not with a crown. വടിയും പിടിച്ചോണ്ടല്ല എന്നത്, Not with a stick. നെഞ്ചും വിരിച്ചല്ല എന്നത്, Not with the open chest. വിറച്ചുകൊണ്ട് ചെന്ന് കയറി. With shivering, he is entering. വിറച്ചുകൊണ്ട് ചെന്ന് കയറി. He is stepping with shivering. വിറയ്ക്കുന്ന ശരീരത്തിൽ അണലി കൊത്തി. Oh, in that shivering body, the serpent is ഒന്നിനു പുറകെ രണ്ടാമതൊരു വലിയ ദുരന്തം കൂടെ. again the viper is hitting. അതിനുശേഷം അവർ കണ്ടു ഇവൻ ഇപ്പൊ വീണ് ചാകുമായിരിക്കും. After that, the native is thinking that he will ഇപ്പോൾ fall ഇവൻ down. He അവസാനിക്കുമായിരിക്കും. will fall down. രണ്ട് ദുരന്തങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. He has been seen two destructions. 14 ദിവസം രാത്രിയോ പകലോ എന്നറിയാതെ, സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ ഒരു അന്ധകാര ചുഴിയിൽ ആ കപ്പൽ അകപ്പെട്ടു പോയി. Oh, for 14 days and days in the whirlpool he was into. ജീവൻ കിട്ടുമോ എന്ന് പോലും പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു രാത്രിയിൽ പൗലോസിന്റെ അരികിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. In the destruction whirlpool, the angels of God is sending down. ശക്തമായ ഒരു ആലോചന പറഞ്ഞു, നീ എന്നെ ദൂരെ സാക്ഷീകരിക്കേണ്ടതാകുന്നു. നിനക്കോ നിന്റെ കൂടെയുള്ളവരുടെ പ്രാണനോ ഒരു ദോഷവും വരികയില്ല. Oh, powerful message is being handed over through to the servant of God. Far across, you have to testify me. പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന കൂരിരുട്ടുകളിൽ, ആരും തുണയില്ലാത്ത യാത്രകളിൽ ദൈവം നിന്റെ സഹായത്തിനായി ലോട്ടറി അടിപ്പിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചില വാഗ്ദത്തങ്ങൾ തരും, ചില ദൂതുകൾ തരും, ചില ആലോചനകൾ തരും, ചില സ്വപ്നങ്ങൾ തരും, ചില ദർശനങ്ങൾ തരും. അത് നിന്റെ ലൈഫാക്കി ദൈവം ട്രാൻസ്ഫോം ചെയ്യും. അത് ദൈവം ഫുൾഫിൽ ചെയ്യും. Where there is no hope in the darkness, I am not saying that there will be a lottery hitting on you, but the manifestation of the actual recognition of your promises to be happened in you. Hallelujah. 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 Jesus. Hallelujah. Hallelujah. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു. Amen. My creator and the one I have been worshiping to, that angels have been descended to me in the night. പൗലോസേ, ഭയപ്പെടേണ്ട. Paul, not to be feared. നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. You will have to stand in front of Caesar. നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. You have to stand in front of Caesar. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. Amen. Your co-sailors have been gifted to your hand. എത്ര പേര് ഇത് കേട്ടു? How many of you heard this? പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത നേരത്ത്, When there was no hope, ചെവിക്കകത്ത് കേട്ട വാഗ്ദത്തം മാത്രം മുതലായി പിടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇന്ന്? you are only having the asset of the promises heard into the ears. വാഗ്ദത്തം മാത്രം നിക്ഷേപമായി കൊണ്ടു നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇന്ന് ഇവിടെ? You only have the treasure of promises.
എതിരുകളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ എനിക്ക് കിട്ടിയൊരു വാഗ്ദത്തമാണ് എന്റെ ശക്തി എന്ന് പറയുന്ന ആരെങ്കിലും ഇന്നിവിടെ ഉണ്ടോ? ഞാൻ അവരെ ഒന്ന് കാണട്ടെ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? അവരോടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഇതായിരിക്കും നിന്റെ ഭാവി, അവസാനിക്കുകയില്ല. ശൂന്യമായി ചെന്ന് കയറുന്നിടത്ത് സമ്മാനങ്ങൾ നൽകി മാനിക്കത്തക്കവണ്ണം, നീ ഒരു ദേവനെന്ന് പറയത്തക്കവണ്ണം ദൈവം നിന്നെ മാനിക്കുന്ന ഒരു ദിവസം ഇതാ കടന്നു വരുന്നു. In front of the hopeless life, if you are holding only the promises that hit on your ears, if you are catching that, the God is speaking to you that here a future, a bright future is opening for you. അത് ജീവിച്ച് മുന്നോട്ട് പോക്കോ ദൈവമൈതലേ, നീ തോറ്റുപോകുകയില്ല. You will not be sinking into the whirlpool of the hopeless life. നീ സേവിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ നിന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട, നീ ദൂരദേശങ്ങളിലേക്ക് ഇനി കടന്നു പോകും. ഞാൻ നിന്നെ അയക്കും. ഞാൻ സിംഹാസനങ്ങളുടെ മുമ്പിൽ, രാജാക്കന്മാരുടെ മുമ്പിൽ ഞാൻ നിന്നെ നിർത്തും. The hope, the angels of God is proclaiming you that I will make you stand in front of the kings. I will make you stand. വിറയ്ക്കുന്ന ശരീരവുമായി, കീറിയ വസ്ത്രങ്ങളുമായി, നനഞ്ഞ വസ്ത്രവും കീറിയ തുണിത്തരങ്ങളും വിറയ്ക്കുന്ന ശരീരവുമായി ചെന്ന് കയറി. തൊട്ടു പിന്നാലെ അണലി കൊത്തി. പിന്നെയും പ്രതിഷേധങ്ങളും എതിരുകളും കൂടുന്നു. പക്ഷേ അറിഞ്ഞില്ല, അതോടുകൂടെ മാൾട്ടായുടെ ചരിത്രത്തിന് സ്വാതന്ത്ര്യം ദൈവം കൊടുക്കുകയായിരുന്നു. Oh, the Paul is entering with the sweat body and shivering body and torn garment, but he wouldn't know that the history of the Malta was supposed to be changed. അന്ധകാര ശക്തിയുടെ മടിത്തട്ടിൽ നിന്നും ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ആ ദ്വീപ് അന്ന് പകൽ എന്നേക്കുമായി സ്വാതന്ത്ര്യം പ്രാപിക്കുകയായിരുന്നു. From the foundation of the darkness, in that fire there is a freedom was hidden and to be manifested. ഒരു ദൂതുടെ ഞാൻ പറയാം. One more message I'm passing on you. അണലി കടിച്ച കൈയുമായി, അണലി കൊത്തിയ കൈകളുമായി, with the same hand where the viper hit. പുബ്ലിയോസ് എന്ന ദീപപ്രമാണിയുടെ വീട്ടിലേക്ക് പൗലോസ് കയറി ചെന്നു. Oh, he is entering into that possessor of Publius. വിറച്ചു പനി പിടിച്ച് കിടക്കുന്ന വീട്ടിലെ വൃദ്ധന്റെ ശരീരത്തിൽ അണലി കൊത്തിയ കൈ പൗലോസ് ഒന്ന് വെച്ചു. രോഗശാന്തികളുടെ ഒരു പരമ്പര ആരംഭിച്ചു. With the same hand he is keeping the hand on that body flexed old age person. Oh, ദുഷ്ടൻ കടന്നാക്രമിച്ച ആ കൈ കൊണ്ട് തന്നെ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്താൻ തുടങ്ങി. Oh, the manifestation of the God, the glory of God has appearing with the same hand where the wicked has struck. പിശാച് കയറി കടിച്ചു പിടിച്ച് നിൽക്കുന്ന നിന്റെ ജീവിതത്തിന്റെ ഏത് മേഖലയാണോ ഇന്ന് നിനക്കുള്ളത്, അത് നിന്റെ ഫിനാൻസ് ആകാം, അത് നിന്റെ തലമുറയാകാം, അത് നിന്റെ ഫാമിലി ലൈഫ് ആകാം, അത് നിന്റെ ഫ്യൂച്ചർ ആകാം, അതിനകത്തൊരു മഹത്വം വെളിപ്പെടാൻ പോകുകയാണ്. If the demon has bited you, it's been bitten. Whatever the rhythms of your life, whether it's finance, whether it's your family, oh, there is a glory of God to be manifested. പത്താം വാക്യം, ഏറിയ സമ്മാനങ്ങൾ അവർ തന്നു. Oh, with many blessings. ഏറിയ സമ്മാനങ്ങൾ, with many blessings, ഏറിയ സമ്മാനങ്ങൾ, with many happiness. മാൾട്ടായുടെ മണ്ണിലേക്ക് വെറും കൈയോടെ കയറി വന്നവന്റെ കൈകളിൽ അവിടുന്ന് ഇറങ്ങുമ്പോൾ കൈ നിറയെ വഹിപ്പാൻ കഴിയുന്നതിലും അധികം സമ്മാനങ്ങളെ ദൈവം വെച്ചു കൊടുപ്പിച്ചു. Paul was entered into Malta with empty hand, but when he was setting off, he was filled, and the hand was filled with നാശം കാണാൻ നോക്കി നിന്ന ദേശക്കാരെ കൊണ്ട് തന്നെ നിനക്ക് സമ്മാനങ്ങൾ തരുമാറാക്കുന്ന ഒരു ദൈവ പദ്ധതി ഇന്ന് ഇവിടെ തുറക്കുകയാണ്. In the midst of the eyes watching you to get distracted, in front of them the God is sending forth many happiness and blessings and gift for you. All stand please. Oh, എന്റെ കൈകൾ ശൂന്യമാണെന്ന് ഇന്ന് പകൽ പറയുന്നവരുണ്ടോ?